വൺ ഡേ വ്യൂസ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ പുതിയൊരു സെക്യൂരിറ്റി ഗാർഡിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടേ. ഇതോണ്ട കിടക്കുന്നു. വൈറ്റി മാറിയേ, പുതിയ സെക്യൂരിറ്റിയെ കാണിച്ചു കൊടുക്കട്ടെ. ആണ്ടേ, ആരാന്നറിയോ? ജാക്കി ചാനെ ഇടയ്ക്ക് വെച്ച് താഴെ കൊണ്ടുവന്നിട്ട് പിന്നെ ഇവിടെ പ്രശ്നമായപ്പോൾ വിരിച്ച് വീണ്ടും മേളിലാക്കിയായിരുന്നു. ഇപ്പോൾ നമ്മൾ വീണ്ടും ജാക്കി ചാനെ ഇങ്ങനെ താഴെ കൊണ്ടുവന്നു. അപ്പോൾ അവനെ കൂട്ടിലിടുന്നില്ല, പകരം ഇങ്ങനെ തുറന്നു വിട്ടിരിക്കുക. അപ്പോൾ ഇവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് മറ്റൊരു പെൺകുട്ടികൾ മൂന്നും ബാക്കിലാണ്. അപ്പോൾ ഇവിടെ ഒറ്റയ്ക്കായതുകൊണ്ട്, അതായത് അവരുടെ കൂട്ടില്ലാത്തതുകൊണ്ട് വലിയ കുരുത്തക്കേടില്ലാതെ ഇങ്ങനെ പോകുന്നു. അതുകൊണ്ട് തുറന്നു വിട്ടിരിക്കുക പുള്ളിക്കാരനെ. ജാക്കിച്ചാ വാ. സെക്യൂരിറ്റി ഭയങ്കര ശ്രദ്ധയൊക്കെയാണ് കേട്ടോ. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സൗണ്ട് കേൾക്കുക, എന്തെങ്കിലും വണ്ടികൾ കൊണ്ടുവന്ന് നമ്മളെ ഗേറ്റിൻ്റെ മുമ്പിൽ കാണാൻ വന്ന് പാർക്ക് ചെയ്യുക ഒക്കെ ചെയ്താൽ നല്ല ശ്രദ്ധയുള്ളൊരു സെക്യൂരിറ്റി ഗാർഡാണ്. അല്ല ജാഗബ, കുഞ്ഞു വാവയാന്നേ ഉള്ളു, പേടിയുണ്ടെന്നേ ഉള്ളു. 10 മാസമല്ലേ ആയുള്ളൂ. പക്ഷെ അവൻ നല്ല ഗാർഡിങ് ഡോഗാവന്, നല്ലൊരു ഗാർഡിങ് ഡോഗാവൻ. നാലിപ്പോൾ 3 പേരെ അങ്ങനെ നമ്മൾ തുറന്നിട്ടിരിക്കും. ജാക്കിച്ചാൻ, ജിമ്മിച്ചാൻ ആൻഡ് റാണിപ്പെണ്ണ്. റാണിയമ്മേ അവിടെ എന്താ പണി? പിന്നെ വൈറ്റിക്കുട്ടീനെ തുറന്നു വിടത്തില്ല, കാരണം സർജറി ചെയ്യാത്തതുകൊണ്ട് നമുക്കത്ര വിശ്വാസം പോരാ. ദൈവന് അതുകൊണ്ട് വൈറ്റിക്കുട്ടീനെ കൂട്ടിലാക്കിയിരിക്കും. നമ്മൾ വരുമ്പം തുറന്നു വിടും അല്ലേ. ഈ 2 ആൺപിള്ളേരിടയ്ക്ക് പെൺപിള്ളേരെ തുറന്നു വിട്ടിട്ട് പോയാൽ ശരിയാവത്തില്ല. ഇനി ഇവർ ഓരോരുത്തരെ സർജറി ചെയ്യണം. ഇത് പയ്യെ കൊണ്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എന്തോ നോക്കുന്നേ? എന്തോ മോന് വല്ലതും പറയണ്ട? ജിമ്മി വല്ലതും പറയണ്ട? പറഞ്ഞോ. പരാതി വല്ലതുമാണെങ്കിൽ പെട്ടെന്ന് പറയാം. എന്നെക്കുറിച്ചോ ചേയെക്കുറിച്ചോ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞോ. ഫാൻസൊക്കെ ഉണ്ട് ജിമ്മിച്ചന് ഫാൻസ് ഉണ്ട്. ഭയങ്കര ക്ഷീണം, ഫുഡ് കഴിച്ചതിൻ്റെ ക്ഷീണം. കുറച്ച് പേര് കഴിച്ചു, കുറച്ച് പേര് കഴിച്ചില്ല, അവിടെ ബാക്കി വെച്ചിരിക്കുന്നു. ഇനി റാണിയൊക്കെ ഇച്ചിരി കഴിഞ്ഞ് മൂട് വരണം, എന്നാലേ കഴിക്കത്തുള്ളൂ. ഇവരുകൊണ്ട് കഴിച്ചുവിടുമ്പോൾ ഇപ്പം വയറ്റിക്ക് കൂട്ടായിട്ട് ജാക്കി ഉണ്ട്, കളിയുണ്ട്. രക്ഷയിട്ട് കഴിയുമ്പോൾ രണ്ടുപേരും ഭയങ്കര കളിയൊക്കെയാണ്. സെക്യൂരിറ്റി ഗാർഡ് പോകുന്നുണ്ടോ? വെളിയിൽ ഗേറ്റിൻ്റെ അടുത്ത് അവിടെ എന്തോ ഇല അനങ്ങുന്ന സൗണ്ട് കേട്ട് കയറി നിന്ന് നോക്കുന്നത്. ആ താഴെ കമ്പിയിൽ പിടിച്ചിട്ട് അവിടെ നിന്നിട്ടാണ് ഈ നോക്കണത്. വാലൊക്കെ താത്തിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഉണ്ട്. എന്താ സ്റ്റൈല്, ആരുടെ അതിലേ പോയെന്നാണ്. ഭയങ്കര ശ്രദ്ധയാണ്. ഒരു ചെറിയ അനക്കം കേട്ട ഉടനെ ഓടി വരും, ഇവിടെ വന്ന് നോക്കും, അല്ലെങ്കിൽ അത് എവിടെ അനക്കം. ഇന്ന് ഇവർ രണ്ടുപേരും കൂടെ ജാക്കിയും വൈറ്റിയും കൂടെ ഒരു പണി ഒപ്പിച്ച്. എന്താണെന്ന് വെച്ചാൽ ഒരു വാലാട്ടിക്കിളി ഉണ്ടല്ലേ, അതിനെ ഒരെണ്ണത്തിനെ പിടിച്ച് കൊന്നു കളഞ്ഞു. ഞാൻ സൗണ്ട് കേട്ട് വന്നപ്പോഴത്തേ അതിൻ്റെ കഥ കഴിഞ്ഞായിരുന്നു. ഇവൻ്റെ വായിൽ പൂടയൊക്കെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ. അപ്പോൾ പാവം കിളിയെ കൊന്നിട്ടിരിക്കുക. ഒരു കൊലപാതകം നടത്തിയ കൊലപാതകിയാണ് ഇതായി ഈ കിടക്കുന്നത്. അതിന് സഹായിച്ചവളാണ് ഇതായി തിരിഞ്ഞിരിക്കുന്നത്. അപ്പോഴും ജിമ്മി കൂട്ടിലായിരുന്നു, റാണിയും കൂട്ടിലായിരുന്നു. ജിമ്മിക്ക് ചുറ്റാകെ നടന്നൊരു മൂത്രമൊഴിപ്പ് വീണ്ടും തുടങ്ങിയേക്കുന്നു. ഞാനിന്ന് രാവിലെ കുറച്ച് നേരം പിടിച്ച് കൂട്ടിയിട്ടിരുന്നു. അപ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടെ ആ കിളിയെ പിടിച്ചത്. എന്തുവാടെ ഇത്ര സ്നേഹം രണ്ടും. അവൻ്റെ കളിക്കൂട്ടുകാരിയാണ് ഇപ്പോൾ വൈറ്റിയുടെ കളിക്കൂട്ടുകാരനാണ് ജാക്കി. എല്ലാവരും ഇതിന് മാവിൻ്റെ തണലുണ്ട്. അവിടെ ഇങ്ങനെ മാവാണ് ഫുള്ള്. അപ്പോൾ മാവിൻ്റെ തണലിലാണ് കൂടും. അപ്പോൾ ഇവിടെ മുറ്റത്തൊക്കെ നല്ല തണലാണ്. അപ്പോൾ സുഖമായിട്ട് കിടക്കാം. ആ കൂടിൻ്റെ ബാക്കിൽ സുഖമായിട്ട് അങ്ങനെ ഇവിടെ എല്ലാവർക്കും കിടക്കാം. അപ്പോൾ ഫുൾ സെക്യൂരിറ്റിയാണ്. ഇനി വൈറ്റീനെ കൂടെ സർജറി ചെയ്യണം. സർജറി ചെയ്തിട്ട് വൈറ്റീനെ കഴിഞ്ഞ് കൂട്ടിന്ന് വെളിയിലാക്കി ഫ്രീ ആക്കി വിടണം. അവിടെ എന്തുവാ വൈറ്റമ്മ? വൈറ്റുകുട്ടി ഫുഡ് കഴിച്ചില്ലെന്നോ അവള്. ഇനിയിപ്പോൾ കൂട്ടിൽ കയറുമ്പോൾ അതിനകത്ത് വെച്ച് കൊടുക്കുക. രാവിലെ കഴിച്ചായിരുന്നു, പിന്നെ ഉച്ചയ്ക്ക് മൂട് വന്നെങ്കിലേ കഴിക്കത്തുള്ളൂ. ശമ്പളമൊന്നും തീരുമാനിച്ചിട്ടില്ല കേട്ടോ സെക്യൂരിറ്റിക്ക്. തൽക്കാലം സ്റ്റൈപ്പൻ്റ് എന്തെങ്കിലും കൊടുക്കാം. അത് മതിയാ? സ്റ്റൈപ്പൻ്റ് ആയിട്ട് എന്ത് വേണം? ചിക്കൻ കാല് വേണോ? ജിമ്മി ജാക്കി അവനെ വന്ന് ചാരി ഒരുത്തിരിക്കുന്നുണ്ട്. അവിടെ എന്താണാവോ അങ്ങോട്ട് കാക്കയുടെ പുറത്ത് വിടുക. രാവിലെ ഒരു കിളിയെ പിടിച്ച് കൊന്നത് പോരായിരിക്കും അവന്. ഓടുന്നുണ്ടോ കാക്കയെ പിടിക്കാനായിട്ട്? കാണിയമ്മേ,
കാക്കയെ കിട്ടാത്തതിന് കരയുന്ന കുട്ടികളുണ്ട്. പല്ലുണ്ടോ? പല്ലുണ്ടോ? കൊമ്പല്ലുണ്ടോ? സെക്യൂരിറ്റി ഗാർഡ് വന്ന് നോക്കിയോണ്ടിരിക്കുന്നുണ്ട്. അത് ഗേറ്റിൽ നിന്ന് വെളിയിൽ നിന്ന് എടുത്ത വീഡിയോ ആണ്. ചാക്കി ചാക്കപ്പ